ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നാം അഭിമാനിക്കുന്ന ഈ ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവുമെല്ലാം നശിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ രാജ്യത്തോട് ഒരിക്കലും കൂറ് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഒരു ലക്ഷ്യസാധ്യത്തിനുള്ള മാർഗത്തിൽ യാതൊരു മാന്യതയും മനുഷ്യത്വം പോലും മരവിച്ച മനസ്സുമായി ഭരണകർത്താക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം രംഗപ്രവേശനം ചെയ്തതാണ് ഇന്നത്തെ പ്രക്ഷുബ്ധ ഇന്ത്യക്ക് കാരണമെന്ന് ഞാൻ പറയാതെ നിങ്ങളെല്ലാവരും അറിയും. ഈ രാജ്യത്തോട് ഏറ്റവും കൂറ് പുലർത്തിയ ഒരു വിഭാഗം മുസ്ലിമീങ്ങളാണ്. മറ്റു പലരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ രാജ്യത്തോട് ഏറ്റവും കൂറ് പുലർത്തിയ ഒരു വിഭാഗമാണ്. എപ്പോഴൊക്കെ വൈദേശിക ശക്തികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കയ്യേറ്റം നടത്തിയിട്ടുണ്ടോ അവരെല്ലാം ശക്തിയുക്തം എതിർത്ത് തോൽപ്പിക്കാൻ മുൻപന്തിയിൽ നിന്നത് മുസ്ലിമീങ്ങളായിരുന്നു എന്നുള്ളത് സത്യസന്ധമായ ഇന്ത്യ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള വസ്തുതകളാണ്. ഇന്ത്യക്കാർ ദേശത്തിന് വേണ്ടി ചെയ്ത സേവനം അത് എവിടെയും പറയേണ്ടതില്ല. അതിൻ്റെ ജീവിക്കുന്ന തെളിവുകൾ എത്ര വേണമെങ്കിലും ഈ ഇന്ത്യയിൽ തന്നെ കാണാം. വടക്കേ ഇന്ത്യയിലേക്ക് പോയാൽ നാം കാണുന്നുണ്ട് ലോകപ്രസിദ്ധമായ താജ്മഹൽ, സൗന്ദര്യത്തിന്റെ നിറകുടമായ താജ്മഹൽ, ശക്തിയുടെ പ്രതീകമായ ചെങ്കോട്ട, ഉയരത്തിന്റെ പ്രതീകമായ കുതുബ് മിനാർ, തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്ര അവശിഷ്ടങ്ങൾ, ചരിത്ര വസ്തുക്കൾ. ഇതൊക്കെ ഈ രാജ്യത്തിന് ആര് കൊടുത്തതാ? മുസ്ലിമീങ്ങൾ കൊടുത്തതാണ്. ആ താജ്മഹലിലുള്ള നല്ല നല്ല രത്നങ്ങളൊക്കെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയ പാരമ്പര്യമാണ് ബ്രിട്ടീഷുകാർക്കുള്ളത്. കോഹിനൂർ രക്തം ഉൾപ്പെടെ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന് വന്ന് ഇവിടെ ഭരിച്ചെങ്കിൽ ഈ രാജ്യത്തിന് സംഭാവന ചെയ്തവരാണ്. അല്ലാത്ത ഇവിടെ വന്ന വൈദേശിക ശക്തികളെല്ലാം ഇവിടെയുള്ള സ്വത്തും ഇവിടെയുള്ള വസ്തുക്കളും ഇവിടുന്ന് ഊറ്റി കടത്തിക്കൊണ്ടുപോയവരാണ്. എത്രത്തോളം നമുക്കറിയാമല്ലോ. ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള റെയിൽപാത, ആ റെയിൽപാത എന്തിനു വേണ്ടി യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാക്കിയത്? ബ്രിട്ടീഷുകാർക്ക് നിലമ്പൂരിലെ തേക്ക് കടത്തിക്കൊണ്ടു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. ഇന്നിപ്പോ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെന്നേ ഉള്ളൂ. ഇത്ര വലിയ പാരമ്പര്യം പറയാനുള്ളവരാണ് മുസ്ലിമീങ്ങളെന്ന് ഇത്തരത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ത്യ ഗേറ്റിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ട ഔദ്യോഗികമായ ചില കണക്കുകളുണ്ട്. അതിപ്പോൾ വാർത്താ മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ പേരുകൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 95,300 ആൾക്കാരുടെ പേരുകൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടത്. 95,300, 1,00,000-അടുത്ത്. അതിൽ 61,395 പേരും മുസ്ലിമീങ്ങളാണ്. 61,395 മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങൾക്ക് ഈ നാടിനുള്ള കൂറിന് ഇനി എന്തെങ്കിലും തെളിവ് വേണോ? സർക്കാരിന്റെ ഔദ്യോഗിക, രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക രേഖയായത്. അവിടെ ഹൈന്ദവ സഹോദരന്മാരെ, മറ്റു മതസ്ഥരെ നമുക്ക് കാണാം. സിഖുകാരെ കാണാം, ഹൈന്ദവരെ കാണാം, ക്രൈസ്തവരെ കാണാം. അവരൊക്കെ എണ്ണത്തിൽ വളരെ കുറവാണ്. പക്ഷെ അവിടെ ഒരു വസ്തുത നമുക്ക് കാണാൻ കഴിയും. 20,000-ൽ പരം ഹിന്ദുക്കളുടെ പേരുകൾ അവിടെ ഉണ്ടെങ്കിൽ അവർ പലരും ദളിതരും ആദിവാസികളും താഴെ ജാതിക്കാരുമാണ്. ഈ RSS എന്ന് പറയുന്ന, ആര്യന്മാരെന്ന് പറയുന്ന, ഇവിടുത്തെ ഉയർന്ന വർഗമെന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ എണ്ണം വെറും 0 ആണെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും. പിന്നെ നമ്മളോട് പുറത്തു പോകാൻ, ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഞങ്ങൾ പുറത്തു പോകാൻ എവിടെ നിന്നും വന്നവരല്ല. അഥവാ ഞങ്ങൾ ഇവിടുന്ന് എവിടെന്നെങ്കിലും വന്നവരാണെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങളും വന്നവരാണ് എന്ന് നമുക്ക് ആര്യന്മാരോട് പറയേണ്ടി വരും. നമ്മളെ പുറത്താക്കാൻ ശ്രമിക്കുന്ന മോഡി, അമിത്ഷാ ഉൾപ്പെടെയുള്ള ആര്യവർഗത്തോട് പറയേണ്ടി വരും, ഞങ്ങൾ വരുത്തരാണെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ സത്യമതല്ല. അഥവാ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ നിങ്ങളും വരുത്തരാണ്. AD 1100-ൽ ഇറാനിൽ നിന്നും കുടിയേറിയവരാണ് ആര്യന്മാരെന്ന് ഇന്ത്യ ചരിത്രം പറയുന്നുണ്ട്. ഇറാനിൽ നിന്നും കുടിയേറിയവരാണ് ആര്യന്മാർ. വേണമെങ്കിൽ അതിന്റെ ചെറിയൊരു തെളിവ് നമുക്ക് നമ്മുടെ മോഡിയെ നോക്കിയാൽ കാണാം. എന്താ മോഡിയുടെ വേഷം? ഇന്ത്യയുടെ വേഷമാണോ? മോഡി കുർത്തായിട്ട് നടക്കുന്നയാളാണ്, പൈജാമയും കുർത്തായും.
ഇത് ഇന്ത്യയിലെ ഔദ്യോഗിക വേഷമല്ല, ഇത് ഇറാനിലെ വേഷമാണ്. ഇന്നത്തെ ഇറാൻ മുസ്ലിംകളുടെ കീഴിലാണ്, അവിടുത്തെ ജനങ്ങളുടെ വേഷമാണത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഉപയോഗിക്കുന്ന വേഷമാണ് മോഡി അണിഞ്ഞുകൊണ്ട് നടക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ വേഷം മോഡി അടിയാൻ പോയാലും ചില പ്രശ്നങ്ങളുണ്ടാകും. എന്താ ഇന്ത്യയിലെ ഈ ആര്യന്മാരുടെ എന്ന് പറയപ്പെടുന്നവരുടെ ഔദ്യോഗിക വേഷം? അത് മിക്കവാറും മാതാവിൻ്റെ ഉദരത്തിൽ നിന്നും വീഴുമ്പോൾ എന്ത് ഡ്രസ്സാണോ ശരീരത്തിലുള്ളത് മിക്കവാറും ആ ഡ്രസ്സായിരിക്കും, വേറൊന്നും കാണുകയല്ല. അടുത്ത കാലത്ത് അങ്ങനെയുള്ള ഒരു സ്വാമിയുടെ മുമ്പിൽ നമ്മുടെ പ്രധാനമന്ത്രി പോയി കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ച വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാം കണ്ടു. ഇന്നും പൂർണ്ണ നഗ്നരായി നിൽക്കുന്നത് ഒരു അഭിമാനമാണെന്നോ അല്ലെങ്കിൽ മതചിഹ്നമാണെന്നോ ധരിക്കുന്ന ഒരു വിഭാഗം ചിന്താഗതിയുള്ള ആ ആര്യന്മാരോട് നമുക്ക് പറയാനുള്ളത്, ഞങ്ങൾ വരുത്തരാണെങ്കിൽ നിങ്ങളും വരുത്തരാണ്. നിങ്ങൾ ഈ നാട്ടുകാരാണെന്നാണ് പറയുന്നത് എങ്കിൽ നിങ്ങളെക്കാൾ മുമ്പേ ഞങ്ങൾ ഈ നാട്ടുകാരാണ്. ഈ നാടിന് വേണ്ടി സകല സേവനവും അർപ്പിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് ഈ വക ഉമ്മാക്കുകളൊന്നും കാട്ടി ഞങ്ങളെ ഭയപ്പെടുത്തേണ്ട. പോർച്ചുഗീസുകാർക്കെതിരെയും ഡച്ചുകാർക്കെതിരെയും ഫ്രഞ്ചുകാർക്കെതിരെയും അവസാനം ബ്രിട്ടീഷുകാർക്കെതിരെയും സന്ധിയില്ലാ സമരം നടത്തി ജന്മനാടിനെ സ്വതന്ത്രമാക്കുന്നതിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ വഹിച്ച പങ്ക് ചരിത്രത്തിന് നിഷേധിക്കാൻ കഴിയാത്ത വിധം രേഖപ്പെട്ട് കിടക്കുന്നതാണ്. കുഞ്ഞാലി മരക്കാർമാരും അതുപോലുള്ള ധാരാളം സാഹസികരായ മതവിശ്വാസമുള്ള സന്നദ്ധ ഭടന്മാർ കൈ മെയ് മറന്ന് മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ച് തോളോട് തോൾ ചേർന്ന് നിന്ന് സമരം നടത്തിയാണ് ഈ ഇന്ത്യയെ ഇന്നത്തെ ഈ കോലത്തിലാക്കിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പലരുടെയും കണ്ണിൽ മുസ്ലിമീങ്ങൾ ഒരു കരടായി മാറും എന്നുള്ളത് ഒരു സ്വാഭാവികം മാത്രമാണ്. പക്ഷേ നമുക്ക് നമ്മെ പുറത്താക്കുന്ന ഈ വിഭാഗത്തോട് പറയാനുള്ളത്, ഞങ്ങൾ ഈ ഇന്ത്യയിൽ ജനിച്ചവരാണ്, ഈ ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് ഈ ഇന്ത്യയിൽ തന്നെ ഞങ്ങൾ മരിക്കുകയും ചെയ്യും. ഞങ്ങൾ ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു വസ്തുത നമുക്ക് ഇവരോട് ആദ്യമേ ഉദ്ഘോഷിക്കേണ്ടതുണ്ട്. നാം ഈ ഇന്ത്യയിൽ ജീവിക്കാനുള്ളവരാണ്, പുറത്തു പോകാനുള്ളവരല്ല. അങ്ങനെ പുറത്തു പോയ ഒരു പാരമ്പര്യം നമ്മുടെ മുൻഗാമികൾക്കില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ സജീവമായി പങ്കെടുത്ത കേരളത്തിലെ ഒരു മഹാപണ്ഡിതന ഒരു മഹാ വ്യക്തിയാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അദ്ദേഹത്തെ കുറിച്ച് കേൾക്കാത്തവർ ആരും തന്നെ കാണുകയില്ല. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ അവസാനം ദീർഘകാലത്തിന് ശേഷം ബ്രിട്ടീഷുകാർ തടവിലാക്കുകയും അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്തു. ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരൊരു വാഗ്ദാനം കൊടുത്തു, നിങ്ങൾ ഇവിടുന്ന് സമരം ഉപേക്ഷിച്ച് പോകണം, നിങ്ങൾക്ക് മക്കയിൽ താമസിക്കാൻ സൗകര്യം ചെയ്ത് തന്നേക്കാം. അദ്ദേഹം സ്വീകരിച്ചില്ല. മക്കയിൽ പോയി ഒരു നിമിഷമെങ്കിലും ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിമും ലോകത്തെവിടെയും ഉണ്ടാകുകയില്ല. മുസ്ലിമീങ്ങളുടെ സ്വപ്നഭൂമിയാണ് മക്ക. പക്ഷെ ആ മക്കയിൽ പോയി സ്ഥിരതാമസത്തിന് അവസരം കൊടുത്തിട്ട് പോലും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി ഇവിടെ തന്നെ പൊരുതുമെന്നുള്ള ഉറച്ച തീരുമാനം പ്രഖ്യാപിക്കാനുണ്ടായത്. അദ്ദേഹം വളരെ മാന്യമായി മരിച്ച ചരിത്രങ്ങൾ നാം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടു. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ അന്തിമ അഭിലാഷം അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ നമ്മുടെ മനസ്സിൽ നാം കുറിച്ചിടേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പട്ടാളം, ബ്രിട്ടീഷുകാരുടെ ജഡ്ജിമാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങളുടെ പട്ടാളം അറസ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റെ മുഖത്തുള്ള താടി രോമങ്ങളും മീശയും ഓരോന്നോരോന്നായി പറിച്ചു കളഞ്ഞു. ഓരോരോ രോമങ്ങളായി പറിച്ചു കളഞ്ഞു അവർ. ഇനിയും കുറച്ച് രോമങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്, അതും കൂടി പറിച്ചു കളഞ്ഞിട്ട് എന്നെ നിങ്ങൾ കൊല്ലാവൂ. മാത്രമല്ല, നിങ്ങൾ കൊല്ലുന്നത് സാധാരണ കൈ പുറകോട്ട് കെട്ടി പുറകിൽ നിന്ന് വെടിവെച്ചിട്ടാണ് നിങ്ങൾ കൊല്ലാറുള്ളത്. എന്നെ അങ്ങനെ കൊല്ലരുത്, എൻ്റെ നെഞ്ചത്തേക്ക് നിങ്ങൾ വെടിവെക്കണം. മുമ്പിൽ വന്ന് എൻ്റെ നെഞ്ചത്തേക്ക് വെടിവെക്കണം. എനിക്ക് അന്തസ്സോടുകൂടി അഭിമാനത്തോടു കൂടി
ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാകണം എന്ന് പറഞ്ഞ് തൻ്റെ രാജ്യസ്നേഹം പ്രകടിപ്പിച്ച ആ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രത്യേക വികാരമുണ്ടാകും. കാരണം വാര്യംകുന്നത്തിൻ്റെ സഹോദരപുത്രൻ്റെ മകളുടെ മകനാണ് ഞാൻ. എൻ്റെ മാതാവ് വഴിക്ക് എനിക്ക് വാര്യംകുന്നവുമായിട്ട് ബന്ധമുണ്ട്. വളരെ വ്യക്തമായ നിലയിൽ ചരിത്രം രേഖപ്പെടുത്തിയ ഒരു വസ്തുതയാണ് വാര്യംകുന്നത്തിൻ്റെ ഈ ധീരപ്രഖ്യാപനം. ഇതുപോലുള്ള ധീരപ്രഖ്യാപനങ്ങൾ കേട്ട് വളർന്ന ഒരു സമൂഹമാണ് ഞങ്ങൾ. ആ ഞങ്ങളെ നിങ്ങൾ എന്തെങ്കിലും കണ്ട് ഭയപ്പെടുത്തി, ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ ഭയപ്പെടുത്തി ഓടിക്കാമെന്ന് വിചാരിച്ചാൽ ഖിയാമത്ത് നാൾ വരെ നടക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം ഈ സമൂഹം ഭയപ്പെടുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല, ഭീരുക്കളല്ല. പക്ഷെ ചില ഭീരുക്കൾ നമുക്കറിയാം. ബ്രിട്ടീഷുകാരനെ കണ്ടപ്പോൾ വിറച്ചിട്ട് അവരുടെ ചെരുപ്പ് നക്കിയ കുറെ ഭീരുക്കൾ ഈ ലോകത്ത് ഇന്ത്യയിലുണ്ട്. അവരാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ എവിടെ നിന്ന് പോകണമെന്ന്. മനസ്സില്ല എന്ന് തന്നെ ധൈര്യസമേതം നാം പറയാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇതുപോലുള്ള മജ്ലിസുകൾ, ഇതുപോലുള്ള സദസ്സുകൾ നാം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവിരാമം പ്രവർത്തിച്ച ഒരു വൻ കാരണവന്മാരുടെ പിൻഗാമികളാണ് നാം. ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് ചെയ്യൽ ഫർദാണെന്ന് ഫത്വ ഇറക്കിയ അബ്ദുൽ അസീസ് ദഹ്ലവിയുടെയും ഹാജി ഇംദാദുള്ള മുഹാദിർ മക്കയുടെയും മുഹമ്മദ് ഖാസിം നാനൂത്തവിയുടെയും മാൾട്ടയിലെ ദ്വീപിൽ തടങ്കലിൽ വെക്കപ്പെട്ട മുഹമ്മദ് ഹസൻ ദൗബന്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും. ഹുസൈൻ അഹമ്മദ് മദനി എന്ന് പറയുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിശ്ചയിച്ചിരുന്നതും മനസ്സിൽ കണ്ടിരുന്നതും അദ്ദേഹത്തെയാണ്. അദ്ദേഹം അതിന് തയ്യാറാകാതെ വന്നതിൻ്റെ പേരിൽ ആണ് മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായത്. ചരിത്രങ്ങൾ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് അനുവദിക്കപ്പെട്ട സമയം പോരാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. ആ ഹുസൈൻ അഹമ്മദ് മദനിയുടെയും പിൻഗാമികളാണ് നാം. മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെയും മൗലാന ഷൗക്കത്ത് അലിയുടെയും ഒക്കെ പിൻഗാമികളാണ് നാം. ഇന്ന് കേരളത്തിലേക്ക് വന്നാൽ ആലി മുസ്ലിയാരുടെയും അതുപോലെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത അനവധി മഹാന്മാരുടെയും വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ട ആ മഹാന്മാരുടെ ഒക്കെ പിൻഗാമികളായ നമ്മോട് ഭയപ്പെടുത്തി നമ്മെ ഓടിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലായിരിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഭയപ്പെട്ടു പോവുകയില്ല. ഇൻഷാ അല്ലാഹ് ഇവിടെ തന്നെ ഞങ്ങളുടെ കാരണവന്മാരുടെ അതേ മാതൃക പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ജീവിക്കും, മുസ്ലിമായി തന്നെ ജീവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവനെ കഴിയുന്നിടത്തോളം അനുസരിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് ഇൻഷാ അല്ലാഹ് ഈ ഭൂമിയിൽ തന്നെ വിലയം പ്രാപിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതല്ലാത്ത മറ്റൊരു കേസിന് ഞങ്ങളെ കിട്ടുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ബഹുമാനരെ, ഈ രാജ്യത്തെ ദേശസ്നേഹം പഠിപ്പിക്കാൻ ഒന്നും, നമ്മുടെ ദേശസ്നേഹം പഠിപ്പിക്കാൻ ഒന്നും ഒരുത്തരും വളർന്നിട്ടില്ല. വിശിഷ്യ ഈ ബ്രിട്ടീഷുകാർ ചെരുപ്പ് തക്കളായ RSSകാർ വളർന്നിട്ടില്ല എന്ന് ധൈര്യസമേതം നമുക്ക് പറയാൻ കഴിയും. എന്തായി മുസ്ലിമിന്റെ ഇവിടുത്തെ ജീവിതം? അവന്റെ ജീവിതം ഈ ജനിച്ച മണ്ണുമായിട്ട് ഇഴചേർന്നുള്ള ജീവിതമാണ്. ഒരു മുഅ്മിൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 34 പ്രാവശ്യം അവന്റെ നെറ്റിത്തടം ഈ മണ്ണിലേക്ക് ചേർക്കുന്നവനാണ്. ഈ മണ്ണിലേക്ക്, അല്ലെങ്കിൽ ആ മണ്ണിൽ നിർമ്മിക്കപ്പെട്ട ആ തറയിലേക്ക് ഒരു ദിവസം 34 പ്രാവശ്യം അവന്റെ നെറ്റിയും മുഖവും കൊണ്ടേ വെച്ചാലേ ഒരു വ്യക്തി യഥാർത്ഥ മുഅ്മിനാകുകയുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. 34 പ്രാവശ്യം ഈ മണ്ണിൽ ചുംബിക്കുന്ന നമ്മളെയാണോ ദേശസ്നേഹം പഠിപ്പിക്കുന്നത്? നമസ്കാരത്തിന് അംഗശുദ്ധി വരുത്താൻ വെള്ളം കിട്ടിയില്ലെങ്കിലോ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന സന്ദർഭങ്ങളിലോ മണ്ണെടുത്ത്, ഈ ഭൂമിയിലെ മണ്ണ്, പൊടിയുള്ള മണ്ണെടുത്ത് ദേഹത്ത് പുരട്ടിയിട്ട് നിസ്കരിക്കുന്നവരാ ഞങ്ങൾ. ചുമ്മാ മണ്ണല്ല,
പൊടി വേണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പൊടിയുള്ള മണ്ണെടുത്ത് അടിച്ച് തയമ്പം ചെയ്ത് നിസ്കരിക്കുന്നവരാ ഞങ്ങൾ. അങ്ങനത്തെ ഞങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ കൊണ്ടുപോയി ഖബറിൽ വെച്ച് കഴിഞ്ഞ് എന്താ ചെയ്യുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടോളിൻ, അല്ലെങ്കിൽ ഈ വിഡ്ഢികളായ ഭരണകർത്താക്കളെ കേട്ടോളിൻ. എന്താ ചെയ്യുന്നത്? ആ മയ്യത്ത്, ശവശരീരം ആ മയ്യത്ത് ഖബറിൽ ഇറക്കി വെച്ച് വലതുവശത്തേക്ക് ചരിച്ചു കിടത്തി വലത്തെ കവിൾ ആ മണ്ണിനോട് ചേർത്ത് വയ്ക്കും. വലത്തെ കവിള് മണ്ണിനോട് ചേർത്ത് വയ്ക്കും. എന്നിട്ട് ആ കഫൻ തുണി ആ വലത്തെ കവിളിൽ നിന്ന് മാറ്റി ആ കവിൾ തടത്ത് മണ്ണോട് ചേർത്ത് വയ്ക്കും. ഏറ്റവും അഷ്റഫായ അവയവം മുഖം. ആ മുഖത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലത്തെ കവിൾ തടം ഈ ജനിച്ച മണ്ണിനോട് ചേർന്ന് ഒരു തുണിയുടെ പോലും മറവില്ലാതെ ഈ മണ്ണിനോട് ചേർത്ത് വെച്ച് ആ മണ്ണിൽ ആത്യന്തികമായി വിലയം പ്രാപിക്കുന്നവരാണ് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ. ഇവരെ ആർക്ക് പറയാൻ കഴിയും ഇത്ര വലിയ ദേശസ്നേഹം? അവിടെ ദേശസ്നേഹം പഠിപ്പിക്കാൻ ആരെങ്കിലും വരുന്നുവെങ്കിൽ പ്രിയ നിറഞ്ഞവരെ, അത് ഇങ്ങോട്ട് വേണ്ട എന്ന് ധൈര്യസമേതം നമുക്ക് പറയാൻ സാധിക്കണം.